വ്യത്യസ്തവും രസകരവുമായ അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലെത്തുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ബോർഡ്, അതായത് ഫ്ലക്സ് പോലുള്ള ഒരു ബോർഡ് എങ്ങനെ തയ്യാറാക്കാം എന്നാണ്. നമുക്കതിലേക്കായിട്ട് ഞാൻ ഇവിടുത്തെ ഫയൽ മെനുവിൽ നിന്നൊരു ഡോക്യുമെന്റ് വിൻഡോ ഓപ്പൺ ചെയ്യുകയാണ്. ന്യൂ എന്ന് പറയുന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്ത് ഒരു ഓപ്പൺ വിൻഡോ, ഒരു ഡോക്യുമെന്റ് വിൻഡോ ഓപ്പൺ ചെയ്തു. ഇവിടെ വിഡ്ത്തും ഹൈറ്റും അളവ് കൃത്യമായി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഇഞ്ചിലാണ് അളവ് കൊടുക്കാൻ പോകുന്നത്. കുറച്ച് വലിയ അളവായതുകൊണ്ട് ഇഞ്ചിൽ കൊടുക്കുന്നു. ഇപ്പോൾ രണ്ടടി എന്ന് പറയുന്നത് 2 feet, അതായത് 12 + 12 24 ഇഞ്ചാണ് 2 feet എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഞാനിവിടെ 24 വിഡ്ത്ത്, 2 അടിയാണ് എൻ്റെ വിഡ്ത്ത്, അതായത് 2 feet ആണ് എൻ്റെ വിഡ്ത്ത് ആയിട്ട് വേണ്ടത്. അപ്പോൾ 24 എന്ന് കൊടുത്തു. ഇനി അതിൻ്റെ ഹൈറ്റ്, അതിൻ്റെ ഇരട്ടി അളവിലുള്ള ഒരു ഹൈറ്റ് അളവും നമുക്കവിടെ ആവശ്യമാണ്. അവിടെ ഞാൻ 48 എന്ന് കൊടുത്തു. 24 48, അപ്പോൾ 4 അടി ഹൈറ്റിലുള്ള, അതായത് 4 feet ഹൈറ്റിലുള്ള 2 feet വിഡ്ത്തിലുള്ള ഒരു ബോർഡ്, ഒരു പോർട്രേറ്റ് ടൈപ്പിലുള്ള ഒരു ബോർഡാണ് നമ്മളിവിടെ നിർമ്മിക്കുന്നത്. റെസൊല്യൂഷൻ, നമ്മളിപ്പോൾ ബോർഡൊക്കെ നിർമ്മിക്കുമ്പോൾ റെസൊല്യൂഷൻ 300-ൻ്റെ ആവശ്യമില്ല. മാക്സിമം ഒരു 100 or 150 ഒക്കെ മതിയാവും. ഞാനിവിടെ 100 കൊടുക്കുന്നു. 100 മതിയാവും. അതുപോലെ കളർ മോഡ് RGBയിലോ CMYKയിലോ നമുക്ക് സെലക്ട് ചെയ്യാം. RGBയിൽ സെലക്ട് ചെയ്താൽ കുഴപ്പമില്ല. CMYKയിൽ സെലക്ട് ചെയ്തുള്ള അവർക്ക് വേണമെങ്കിൽ RGBയിലോട്ട് മാറ്റിക്കൊള്ളൂ. അപ്പോൾ CMYK സെലക്ട് ചെയ്തു, ഓക്കെ കൊടുക്കുക. അപ്പം നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ Ctrl+ ചെയ്ത് ഒന്ന് സൂം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാനിവിടെ ബോർഡ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ബോർഡിന് ഒരു ടൈറ്റിലും ഒരു ഫോട്ടോയും ഒക്കെ ആവശ്യമാണ്. ആദ്യമായിട്ട് നമുക്കൊരു ഫോട്ടോ ഇവിടെ ഓപ്പൺ ചെയ്യാം. അതിലേക്കായിട്ട് ഞാൻ ഫയൽ മെനുവിൽ നിന്നും ഓപ്പൺ എന്ന് പറയുന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്ത് ഒരു ഫോട്ടോ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഒരു ഫോട്ടോ ഞാൻ ഇവിടേക്ക് ഓപ്പൺ ചെയ്യുകയാണ്. ഇതൊരു ബ്യൂട്ടി പാർലറിൻ്റെ ഒരു ബോർഡാണ്. അപ്പോൾ നമുക്ക് ആ ബോർഡ് എങ്ങനെ ചെയ്യുന്നു നോക്കാം. ഞാൻ ഈ ഫോട്ടോ ഇങ്ങോട്ട് വലിച്ചിട്ടുന്നു. അല്ല, ഇതിനെ കുറച്ചൊന്ന് വലുതാക്കി വെക്കുക. Ctrl+T കൊടുത്തതിന് ശേഷം ഇതിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതേപോലെ നമ്മുടെ ആവശ്യാനുസരണം വലുതാക്കി വെക്കുക. അതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് നോക്കുക. നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കൊടുക്കുക, വെച്ചിട്ട് എൻ്റർ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ഫോട്ടോയെ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക്, ഏതെങ്കിലും ഇപ്പോൾ ഒരു സൈഡിലേക്ക്, ഇപ്പോൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്. നമുക്കതിനെ റൈറ്റിലോട്ട് മാറ്റണം. റൈറ്റിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇമേജിൽ പോയിട്ട് ഇതിൻ്റെ റൊട്ടേറ്റ് ചെയ്യുക. ഇമേജിൻ്റെ റൊട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഫ്ലിപ്പ് ക്യാൻവാസ് ഹോറിസോണ്ടൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി റൈറ്റ് സൈഡിലേക്ക് ചേഞ്ച് ആവും. കണ്ടല്ലോ, ഒരു റൈറ്റ് സൈഡ് വ്യൂ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഈ ഫോട്ടോ വെക്കേണ്ടത്. കണ്ടല്ലോ, തല അങ്ങനെ തട്ടി നിന്നോട്ടെ. ഇങ്ങനെ വയ്ക്കുക. വെച്ചതിന് ശേഷം ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിന് ഒരു പേരുണ്ട്. ഈ ബ്യൂട്ടി പാർലറിന് ഒരു പേരുണ്ട്. ആ പേര് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ആ പേര് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഷെയ്ഡ് കൊടുക്കുന്നു. ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഞാനൊരു ഷെയ്ഡ് ഇവിടെ കൊടുത്തു. എന്നിട്ട് അതിൽ ബ്ലാക്ക് കളർ, ഒരു പുതിയ ലെയർ സെലക്ട് ചെയ്തു. അതിനുശേഷം ബ്ലാക്ക് കളർ ഫിൽ ചെയ്യുന്നു. ബ്ലാക്ക് കളർ നമുക്ക് ഇവിടുന്ന് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് Alt backspace ഉപയോഗിച്ച് ആ കളർ അവിടെ ഫിൽ ചെയ്തു. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിൽ നമ്മൾ എന്ത് പേരാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേര്, നമ്മുടെ ലോഗോ പോലുള്ള ഒരു പേര് ഞാനിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ പേര് നമുക്ക് എടുക്കാം. ഫയൽ മെനുവിൽ നിന്നും ഓപ്പൺ കമാൻഡ് ക്ലിക്ക് ചെയ്യാം. അവിടെ ഞാൻ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്, ലോഗോ എന്ന പേരിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ലോഗോ എന്ന പേരിൽ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ലോഗോ കിട്ടും. കണ്ടല്ലോ. ഇനി ഇതിനെ നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതുവരെ കൊണ്ടുവന്ന് പേജിനുള്ളിൽ പ്ലേസ് ചെയ്യാം. ഇതിനെ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ആ ലോഗോ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈസ് നമുക്കിവിടെ Ctrl+T കൊടുത്തിട്ട് ആവശ്യാനുസരണമായ സൈസിൽ നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ അലൈൻ ചെയ്ത് വെക്കുക.
സൈസ് നമ്മുടെ ആവശ്യാനുസരണം ചെറുതാക്കാനും വലുതാക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ എങ്ങനെ വേണോ എന്നുള്ളത് കൊടുക്കാം. ഇനി ഇത് എന്തിനെ സംബന്ധിക്കുന്ന ബോർഡാണ്? ഒരു ബ്യൂട്ടി ക്ലിനിക്കിനെ സംബന്ധിക്കുന്ന ബോർഡാണ്. അപ്പോൾ ആ വേർഡ് നമ്മളവിടെ കൊടുക്കണം. ഈ വർക്കിന് ആവശ്യമായ മാറ്ററുകൾ ഞാൻ വേറൊരു പേജിൽ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത അത്രയും കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഫോട്ടോഷോപ്പിൽ പ്ലേസ് ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. അവിടെ കൺട്രോൾ A കൊടുക്കുക. വളരെ ചെറുതായിട്ടാണ്, ഇവിടെ ലെറ്റർ സൈസൊക്കെ വളരെ ചെറുതായിട്ടാണ് നിൽക്കുന്നത്. മാക്സിമം വലിയ സൈസ് കൊടുക്കാം. കൊടുത്തിട്ട് ഇവിടെ നിന്ന് കളർ മാറ്റി കൊടുക്കുക. കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, അത് വ്യക്തമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വൈറ്റ് കളർ കൊടുത്തപ്പോഴത്തേക്ക് അത് വൈറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ബ്യൂട്ടി ക്ലിനിക് എന്ന് പറയുന്ന ഒരു ഷോപ്പിൻ്റെ ആയതുകൊണ്ട് നമ്മൾ അതിന് മാക്സിമം തിക്നെസ് ഒക്കെ കൊടുത്തിട്ട് കുറച്ച് വലിയ രീതിയിൽ വയ്ക്കുക. ഞാൻ ഇവിടുന്ന് കാലിബ്രി എന്ന് പറയുന്ന പേര് മാറ്റി അവിടെ നിന്ന് ഏരിയൽ എന്ന് പറയുന്ന ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. ഏരിയൽ ഫോണ്ട് കുറച്ച് തിക്നെസ് ഉള്ള ഫോണ്ടാണ്, അതുകൊണ്ടാണ് എല്ലാ ടൈറ്റിൽ നമ്മൾ ഏരിയൽ സെലക്ട് ചെയ്യുന്നത്. വേറെ ഫോണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടുന്ന് ഏരിയൽ ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് തിക്നെസ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടി വയ്ക്കുക. ഇപ്പോൾ 72 ആണ് ഇവിടെ കാണുന്നത്. ഞാനൊരു 100 സൈസിലേക്ക് മാറ്റുന്നു. ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ടൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ വിട്ടായിട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഈ ബ്യൂട്ടി ക്ലിനിക് എന്ന് പറയുന്ന പേരിന് 2 ലൈൻ കൊടുക്കുകയാണ്, ഒരു വെറൈറ്റി നെയിമായിട്ട്. നമ്മൾ ഈ ചെയ്യുമ്പോൾ ഈ 2 സൈഡും സ്പേസ് കുറച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഈ ബ്യൂട്ടി ക്ലിനിക് എന്ന് പറയുന്ന വേർഡിന് ഞാനൊരു മുകളിലും താഴെയും 2 ലൈൻ കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്കായി ടൂൾ ബോക്സിൽ നിന്ന് റെക്ടാങ്കിൾ മാർക്ക് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ബ്യൂട്ടി ക്ലിനിക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കി വയ്ക്കാം. നമ്മുടെ ആവശ്യാനുസരണം അല്പം കൂടെ ഒന്ന് ചെറുതാക്കി വയ്ക്കാം. ഇവിടെ 100 എന്നുള്ളത് ഒരു 72ലേക്ക് മാറ്റാം. അത് മതിയാവും. ഇതിന് 2 ലൈൻ മുകളിലും താഴെയായിട്ട് ഒരു സെപ്പറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ടൂൾ ബോക്സിൽ നിന്ന് റെക്ടാങ്കിൾ മാർക്ക് ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നു. കൊടുത്തിട്ട് ഒരു പുതിയ ലെയർ കൊടുത്തു. എന്നിട്ട് അവിടെ ഞാനൊരു വൈറ്റ് കളർ ഫില്ല് ചെയ്യുന്നു. ഇവിടെ കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂൾ ബോക്സിൽ നിന്നും ഫോർഗ്രൗണ്ട് കളറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു വിൻഡോ കിട്ടും. ആ കളർ പിക്കർ എന്ന് പറയുന്ന വിൻഡോയിൽ വൈറ്റ് കളർ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് ആൾട്ട് ബാക്ക് സ്പേസ് കൊടുക്കുക. പുതിയ ലെയർ കൊടുത്തിട്ടായിരിക്കണം നമ്മളങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ലൈൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി മാക്സിമം സൂം ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ ആ ലൈനിൻ്റെ തിക്നെസ് ഒന്ന് നമുക്ക് കുറച്ച് കൊടുക്കാം. കൺട്രോൾ T കൊടുക്കുക. അപ്പോൾ അത് സെലക്ട് ആവും. അതിനുശേഷം അതിൻ്റെ തിക്നെസ് ഒന്ന് കുറച്ച് കൊടുക്കുക. അത്രയും മതിയാവും. സൂം ചെയ്ത് വെക്കാം. തിക്നെസ് കൂടിയാൽ ഒരു വൃത്തികേടാണ്. അപ്പോൾ തിക്നെസ് കുറച്ചുള്ള ലൈൻ കൊടുക്കാം. അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. ആ ലെയർ സെലക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ലെയർ 5 ആണ് ആ ലെയർ നിൽക്കുന്നത്. ആ ലെയർ ഒന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി ക്ലിക്ക് ചെയ്ത് അൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ അതിൻ്റെ കോപ്പി കിട്ടും. അതിൻ്റെ കോപ്പി ഒന്ന് താഴേക്ക് ഇതേപോലെ കൊണ്ടുവച്ച് കൊടുക്കുക. ആ ലൈനിനെയും കുറച്ചുകൂടെ താഴേക്ക് കൊണ്ടുവരിക. ആരോ മാർക്ക് കൊടുത്ത് ഇതുപോലെ താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ടൈറ്റിൽ ചെയ്ത് കഴിഞ്ഞു. ഫോട്ടോയും ടൈറ്റിലും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് താഴെ കാണുന്ന ബാക്കി സ്പേസിൽ ഫോട്ടോയും കാര്യങ്ങളും വയ്ക്കുക. ഇതിനകത്തൊരു 2 സെക്ഷനായിട്ടാണ് ഞാൻ ഇവിടെ തിരിച്ചിട്ടുള്ളത്. ആ 2 സെക്ഷനിൽ കുറച്ച് ഡിസൈൻ നമുക്ക് ആവശ്യമാണ്. ആ 2 സെക്ഷനിലെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു റൗണ്ട് വരയ്ക്കുന്നു. ഇവിടെ ഒരു എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു പുതിയ ലെയർ കൊടുത്തു. ലെയർ കൊടുത്തതിന് ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാനിവിടെ ഒരു ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു കളർ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഞാനൊരു കളർ ഇവിടെ നിന്ന് ഫില്ല് ചെയ്യുകയാണ്. എന്താ ഈ കളർ ബോക്സിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ഒരു ലൈറ്റ് ഷെയ്ഡ് കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുക. അൾട്ട് ബാക്ക് സ്പേസ് ഉപയോഗിച്ച് അതിനോടെ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ബോർഡർ കൊടുക്കാം. ഈ കളറിന് ഒരു ബോർഡർ കൊടുക്കാം. അതിനായി ലെയറിൽ പോയിട്ട് ലെയർ സ്റ്റൈലിൽ സ്ട്രോക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു വിൻഡോ നമുക്ക് കിട്ടും. അവിടെ ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ സ്ട്രോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ആയി നിൽക്കുകയാണ്. ഇവിടെ കളറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു വിൻഡോ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ, ഞാനൊരു റെഡ് കളറാണ് ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നത്, ഓക്കെ കൊടുക്കുക. ഇവിടെ അതിൻ്റെ സൈസ് ചോദിച്ചിട്ടുണ്ട്. 3 ആണ് സൈസ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ അതിന് ഞാനൊരു 5 പോരാ, ഒരു 10 കൊടുക്കാം. ഓക്കെ, 10 അളവ് കൊടുത്തു. അപ്പോൾ 10 അളവ് കൊടുത്തപ്പോഴത്തേക്ക് ആ ബോർഡർ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഞാനിവിടെ പ്ലേസ് ചെയ്തു. തീരെ ഈ റൈറ്റ് സൈഡിലേക്ക് കുറച്ച് സ്പേസ് ഇട്ടേക്കുക. തീരെ അടുപ്പിച്ചു കൊണ്ടുവന്ന് ബോർഡറോട് കൂടി ചേർത്ത് പ്ലേസ് ചെയ്യാൻ പാടില്ല. കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് അത് ചെയ്യേണ്ടത്. അടുത്ത വർക്ക് എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മൾ ഒരു ഫോട്ടോ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അതിലേക്കായി ഫയൽ മെനുവിൽ നിന്നും ഓപ്പൺ കമാൻഡിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഞാനൊരു ഫോട്ടോ ഇവിടേക്ക് പ്ലേസ് ചെയ്യുന്നു. ആ ഫോട്ടോ വർക്ക് ഫോൾഡർ എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് സേവ് ചെയ്തിട്ടുള്ള ഫോട്ടോ. ഈ ഒരു ഫോട്ടോ ഞാൻ ഇവിടുന്ന് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഇതിനകത്തുള്ള നമുക്കൊരു റൗണ്ട് ഫിഗർ ഫോട്ടോയാണ്. ഇത് ഒരു മേക്കപ്പുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഫോട്ടോയാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ടൂൾ ബോക്സിൽ നിന്നും എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ പേജിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പോർഷൻ സെലക്ട് ചെയ്തെടുക്കുക. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ മേക്കപ്പ് ചെയ്യുന്ന ഒരു ഫീലിംഗ് അതിനകത്ത് വരണം. എന്നാൽ നമ്മുടെ ഏരിയ കവർ ചെയ്ത് പോകാനും പാടില്ല, പുറത്തേക്ക് പോകാനും പാടില്ല. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ഫോട്ടോ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. കോപ്പി എടുക്കുക, ഈ വിൻഡ് മിനിമൈസ് ഇടുക, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ആണല്ലോ, ഈ ഫോട്ടോ ഞാൻ ഇതിനകത്ത് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പ്ലേസ് ചെയ്യുമ്പോൾ സൂം ചെയ്ത് വെച്ചുള്ളത് ഇതുപോലെ പ്ലേസ് ചെയ്തിട്ട് മാക്സിമം ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇതുപോലെ കുറച്ചൊന്ന് വലുതാക്കി ഇവിടെ പ്ലേസ് ചെയ്യാം. ആവശ്യാനുസരണമായ അളവിൽ നമുക്കിവിടെ ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനൊരു ടൈറ്റിൽ കൊടുക്കാം. ഈ ഫോട്ടോയുമായി ബന്ധപ്പെടുന്ന, അതായത് മേക്കപ്പുമായി ബന്ധപ്പെടുന്ന ചില കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈറ്റിലും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് കാര്യങ്ങളും നമുക്കിതിനകത്ത് പ്ലേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടി ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി ഞാനൊരു ഷെയ്ഡ് ഇവിടുന്ന് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഷെയ്ഡ് ഇവിടെ കൊടുക്കാം. നമുക്ക് ഒരു റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഷെയ്ഡിന് കണക്കാക്കിയിട്ട് ഒരു ടൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടൊരു കോളം വരയ്ക്കുക. റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ ഉപയോഗിച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. പുതിയൊരു ലെയർ കൊടുക്കാം. അതിനുശേഷം ഇവിടുന്ന് ഒരു കളർ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു കളർ ഇവിടുന്ന് സെലക്ട് ചെയ്തു. ഓൾട്ട് ബാക്ക് സ്പേസ് ഉപയോഗിച്ച കളർ ഞാനിവിടെ ഫിൽ ചെയ്തു. അപ്പോൾ ഈ കളറിനെ ഞാനിതിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ഓപ്പൺ ബ്രാക്കറ്റ്, റൈറ്റ് ഓപ്പൺ ബ്രാക്കറ്റ്, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും. അപ്പോൾ ലെഫ്റ്റ് ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വരും. റൈറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ ബാക്കിലോട്ട് പോകും. ഇതിപ്പോൾ ബാക്കിലോട്ട് പോയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ടൈറ്റിലൂടെ പ്ലേസ് ചെയ്യുകയാണ്. ടെക്സ്റ്റ് ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കൺട്രോൾ എ കൊടുക്കുക. അങ്ങനെ പേസ്റ്റ് ചെയ്ത ഉടൻ തന്നെ കൺട്രോൾ എ കൊടുക്കുക. അവിടെ നിന്ന് കളർ ചേഞ്ച് ചെയ്തുകൊള്ളുക. ബ്ലാക്ക് കളറാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ കൊടുത്തു. ഇതിൻ്റെ സൈസ് ഇവിടെ നമുക്ക് കുറച്ചുകൂടെ കൂട്ടി വയ്ക്കാം. ഒരു 85 കാണുന്നുണ്ട്, ഒരു 100 കൊടുക്കാം. അവിടെ 100 സൈസ് കൊടുത്തു. കുറച്ചുകൂടെ സൂം ചെയ്ത് വെച്ചോളാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിപ്പോൾ സൈസ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇത്രയും തിക്നെസ് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഈ ബ്ലാക്ക് മാറ്റിയിട്ട് ഇവിടെ നിന്ന് റെഗുലർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താലും മതി. പക്ഷേ റെഗുലർ സെലക്ട് ചെയ്യുമ്പോൾ തീരെ തിക്നെസ് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ബോർഡല്ലേ, അപ്പോൾ വായിക്കണമെങ്കിൽ കുറച്ച് തിക്നെസ് ഉള്ള ഫോണ്ട് നല്ലതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. സെലക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ താഴെ വരുന്ന ഇതുമായിട്ട് ബന്ധപ്പെടുന്ന അടുത്ത വേർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇങ്ങനെ വരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ്. മാത്രമല്ല ബ്ലാക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് റെഗുലർ മതി. അതുപോലെ തന്നെ കൺട്രോൾ എ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ വിൻഡോയിൽ ഇവിടെ ടോഗിൾ ദ ക്യാരക്ടർ ആൻഡ് പാരഗ്രാഫ് പാനൽസ് എന്ന് പറയുന്ന ഈ വിൻഡോയിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ നമ്മുടെ ബ്ലാക്ക് എന്നുള്ളത് മാറ്റി കൊടുക്കുക, റെഗുലർ ആക്കുക. മാത്രമല്ല ഇതിൻ്റെ സ്പേസ്, ലീഡിങ് സ്പേസ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 100 ടെക്സ്റ്റിൻ്റെ സൈസും 12 ലീഡിങ് സ്പേസുമാണ്. ഇപ്പോൾ ലീഡിങ് സ്പേസ് അത് പോരാ. ലീഡിങ് സ്പേസ് കുറച്ച് കൂടുതൽ വേണം. അതേ അളവിൽ തന്നെ കൊടുക്കുക, 100 തന്നെ കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അളവ് കിട്ടും. പക്ഷേ നമുക്ക് ഈ ടെക്സ്റ്റ് അളവ് കുറച്ചുകൂടെ കുറച്ച് വയ്ക്കാം. ഒരു 85 കൊടുക്കാം. മതിയാവും അത്രയും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പേസും ഒരു 85 കൊടുക്കാം.
85 90 കൊടുക്കാം, കുറച്ച് സ്പേസ് വേണം നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഇതിവിടെ കൊണ്ട് നമ്മൾ അതിനെ പ്ലേസ് ചെയ്യുന്നു. ഇവിടെയും ഫോണ്ട് ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം. നമുക്ക് റെഗുലർ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ ബോൾഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശരിക്കും ബ്ലാക്ക് അല്ല, ബ്ലാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ നിൽപ്പുണ്ട്, നമുക്ക് ബോൾഡ് മതി, ബോൾഡാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ബോൾഡാക്കി കൊടുത്തു. ഇനി ഇതിൻ്റെ ഹോറിസോണ്ടൽ ഓഫ്സെറ്റ് നോക്കുക, ഇവിടെ 80 ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഹോറിസോണ്ടൽ ഓഫ്സെറ്റ് നമുക്ക് 100 തന്നെ കൊടുക്കാം, 80 അല്ല 100 തന്നെ കൊടുക്കാം. 100 കൊടുക്കുമ്പോഴത്തേക്ക് ഇതേപോലെ ഫുള്ളായിട്ട് നിറഞ്ഞു വരുന്നുവെങ്കിൽ സൈസ് കുറച്ച് കൊടുക്കുക, ഒരു 70 സൈസിലേക്ക് ഇതേപോലെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ ലീഡിങ്ങും അതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഒരു 80ലേക്ക് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു അതിന് ഈക്വലായിട്ടുള്ള ലീഡിങ്ങും നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ ലീഡിങ് അതേ അളവിൽ തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ ഒരു 5-10 കൂട്ടിയും കുറച്ചൊക്കെ കൊടുത്താൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും അതെങ്ങനെയാണെന്ന്, അതിനനുസരിച്ച് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇതിനെവിടെ നമ്മൾ പ്ലേസ് ചെയ്തു. ഇപ്പോൾ ഇതിപ്പോൾ ലീഡിങ് നമുക്കിപ്പോൾ 80 ഞാൻ ലീഡിങ് കൊടുത്തിരിക്കുന്നത്, അത് പോരാ, നമുക്ക് കുറച്ചുകൂടി ലീഡിങ് വേണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 90 അളവ് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആവശ്യാനുസരണം നോക്കിയിട്ട് അതെങ്ങനെയാണ് വേണ്ടത്, വാക്കുകൾ വായിക്കാൻ കഴിയുമോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ലീഡിങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ വേർഡുകളെയൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില പ്ലഗിൻസ് കൊടുക്കുന്നു. ആ പ്ലഗിൻസ് നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടൂൾ ബോക്സിൽ കസ്റ്റം ഷേപ്പ് ടൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കസ്റ്റം ഷേപ്പ് എന്ന ഓപ്ഷൻ ബാറിൽ ഷേപ്പ് എന്ന് പറഞ്ഞൊരു വിൻഡോ വന്നിട്ടുണ്ട്. അതിൻ്റെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിത് ഇവിടെ നിന്ന് ഈ ഒരു ഷേപ്പാണ് സെലക്ട് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അത് ഇവിടെ വരും. ഇവിടുന്ന് ഇവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായ അളവിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ചെറിയൊരു പ്ലഗിൻസ് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പുതിയൊരു ലെയർ കൊടുത്തതിന് ശേഷം കൺട്രോൾ എൻ്റർ ചെയ്യുക. അപ്പോൾ അത് സെലക്ഷൻ ആവും. അതിലൊരു കളർ ഞാനിവിടെ കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് റെഡ് കളർ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. എന്നിട്ട് അൾട്ട് ബാക്ക് സ്പേസ് ഉപയോഗിച്ച് അതിനെ ഞാനവിടെ ഫില്ല് ചെയ്തു. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ അതിൽ താഴോട്ട് എല്ലാത്തിനും കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട് അൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അതിന് താഴെ വരണം, അത് കഴിഞ്ഞിട്ട് വരണം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ വരണം. ഇങ്ങനെ ഒരു 4 അവിടെ പ്ലേസ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ ലെവലായിട്ട് വെക്കുക, അല്ലെങ്കിൽ ഒരു വൃത്തിയുടെ കാണും. ഇവിടെ നിന്നൊരു നമ്മുടെ സ്കെയിലിനകത്ത് ക്ലിക്ക് ചെയ്ത് ഒരു ഗൈഡ് ലൈൻ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കറക്റ്റ് ലെവലിലാണോ ഇരിക്കുന്നത് എന്നുള്ളത് പിടികിട്ടും. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മളവിടെ ചെയ്ത് കഴിഞ്ഞു, ഇത്രയും ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അടുത്തൊരു പോർഷനാണ്. അടുത്തൊരു പോർഷൻ ഇതേപോലെ ഒരു ഡിസൈൻ നമുക്ക് ഒന്നുകൂടി ചെയ്യേണ്ടതുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഫോട്ടോ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഫോട്ടോ ഓപ്പൺ ചെയ്യാനായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ കോപ്പി എടുക്കാം. ഈ ഒരു ആഷ് കളർ ബാക്ക്ഗ്രൗണ്ടിനെ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. ഈ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, 6ാമത്തെ ഫോൾഡറാണ്, അൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു കോപ്പി ഇവിടെ നിന്ന് എടുക്കും. എന്നിട്ട് അത് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് ഈ ഒരു ഷെയ്ഡ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഞാൻ 9ാമത്തെ ഷെയ്ഡും അൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു കോപ്പി ഇവിടെ എടുത്തു. ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. താഴോട്ടും മുകളിലോട്ടൊക്കെ സ്പേസ് ചെയ്ത് ആരോ മാർക്ക് കൊടുത്ത് നമുക്ക് ആവശ്യമായ രീതിയിൽ പ്ലേസ് ചെയ്ത് വെക്കാം. ഇനി ഇവിടെ വരേണ്ട മാറ്റർ ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. എന്താണ്, ട്രീറ്റ്മെൻറ്റ്സ് ആണ് അടുത്ത് വരേണ്ടത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന വേർഡ് സെലക്ട് ചെയ്തു, അതിനെ ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന അളവ് എത്രയാണെന്ന് നോക്കുക. ഈ ടെക്സ്റ്റ് ടൂൾ എടുത്ത് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓപ്ഷനിലേക്ക് നോക്കാം. 100 നമ്മൾ അളവ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ടോഗിൾ വിൻഡോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 100, 12 ലീഡിങ്. ഇവിടെ ഒരു വേർഡ് ആയതുകൊണ്ട് ലീഡിങ് നോക്കണ്ട, അതിൻ്റെ അളവ് 100 കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിവിടെയും അത് സെലക്ട് ചെയ്ത് 100 എന്ന അളവ് കൊടുക്കുക. കൺട്രോൾ A കൊടുത്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ അളവ് 100 എന്ന് കൊടുക്കുക. കണ്ടല്ലോ, അപ്പം മുകളിലത്തെ അതേ ഇതിൽ തന്നെ നമുക്കിവിടെ കിട്ടും. ഇവിടെ ഇപ്പോൾ ബോൾഡാണ് സെലക്ട് ആയിരിക്കുന്നത്, കണ്ടില്ലേ. ഇവിടെ ഇപ്പോൾ മുകളിൽ സ്പെഷ്യലൈസ്ഡ് എന്ന് പറയുന്ന വേർഡ് കുറച്ച് വിട്ട് കുറഞ്ഞ് കാണുന്നുണ്ട്. അത് ഇവിടെ 80 ആയിട്ടാണ് കാണുന്നത്. ഞാൻ അതിനെ സെലക്ട് ചെയ്തിട്ട് അത് 100 ആക്കി കൊടുത്തു. അതിൻ്റെ ബ്ലാക്ക് മാറ്റിയിട്ട് അവിടെ ബോൾഡാക്കി. ബോൾഡാണ് കുറച്ച് ഭംഗിയുള്ളത് കാണാൻ. അപ്പം ഞാൻ അതിനെ ബോൾഡാക്കി കൊടുത്തു. അപ്പോൾ താഴെയും ബോൾഡ്, മുകളിലും ബോൾഡ് തന്നെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വെക്കേണ്ട കുറച്ച് വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സ് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കാൻ പോകാം. ഇവിടെ പ്ലേസ് ചെയ്യാം.
കൺട്രോൾ ടി കൊടുത്ത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ അളവ് നോക്കുക. ഇവിടുത്തെ മുകളിലത്തെ അളവ് തന്നെയാണ് നമുക്ക് ഇവിടെയും കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ അളവ് എത്രയാണ്? ഇവിടെ 70 ആണ്. അപ്പോൾ 70 90 ആണ് അതിൻ്റെ ലീഡിങ്. അപ്പോൾ അതേ അളവ് തന്നെ ഞാൻ ഇതിനെയും സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ 70 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം 190 തന്നെയാണ് അതിൻ്റെ ലീഡിങ്. അപ്പോൾ അതങ്ങനെ നിന്നോട്ടെ. അതിനുശേഷം ഇതിനെങ്ങനെ അലൈൻ ചെയ്ത് വെക്കുന്നു. ഇവിടെ നമുക്ക് പ്ലഗിൻസ് കൊടുക്കേണ്ടതുണ്ട്. ആ പ്ലഗിൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിൽ നിന്ന് പ്ലഗിൻസിൻ്റെ കോപ്പി എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്ലഗിൻ, ലാസ്റ്റ് പ്ലഗിൻ ഒന്ന് സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തു. അൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഞാനിവിടെ പ്ലേസ് ചെയ്യുന്നു. അതിൻ്റെ ഇതേപോലെ താഴെ വെച്ച് കൊടുക്കുക. എത്ര എണ്ണമാണോ വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗൈഡ് ലൈൻ വെച്ച് നോക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കുക. അപ്പോൾ ചില അത് നീങ്ങി നിൽക്കുന്നുണ്ട്, കണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ആരോ മാർക്ക് കൊടുത്ത് അതേപോലെ നീക്കി വയ്ക്കുക. ഒരേ ലൈനിൽ കൊണ്ടുവരിക. ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഒരേ ലൈനിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ 2 സെക്ഷൻ നമ്മളായി കഴിഞ്ഞു. ഇനി ഇതിനകത്ത് വെക്കേണ്ട ഫോട്ടോയാണ്. ആ ഫോട്ടോ ഇവിടെ ഞാൻ ഫയൽ പെന്നിൽ നിന്ന് ഓപ്പൺ എന്നുള്ള കമാൻഡ് ക്ലിക്ക് ചെയ്ത് ഒരു ഫോട്ടോ, ഞാൻ ഈ മെഹന്തി ഇടുന്ന ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോ ഇവിടെ നിന്ന് ഞാനിവിടെ ഓപ്പൺ ചെയ്തു. അതിൽ നിന്ന് ഒരു പോർഷൻ നമ്മൾ എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ ഉപയോഗിച്ച് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. സെലക്ഷൻ ഈ പേജിന് പുറത്ത് പോകരുത്. ആ രീതിയിൽ കോപ്പി എടുക്കുക. ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഈ പേജിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വയ്ക്കുമ്പോൾ ബാക്കിൽ നിൽക്കുകയാണെങ്കിൽ ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്യുക. അത് പുറത്തേക്ക് വരും. എന്നിട്ട് കൺട്രോൾ ടി കൊടുത്ത് നമ്മൾ കുറച്ച് നേരത്തെ മുകളിലിരിക്കുന്നതിൻ്റെ അതേ ഒരു സൈസിൽ ഇവിടെയും അളവ് വലുതാക്കി വയ്ക്കുക. ഇപ്പോൾ 2 ഫോട്ടോയും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കീഴ്ഭാഗത്ത് വരുന്നൊരു ചെറിയ പോർഷൻ കൂടെ ഉണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് മാറ്ററുകൾ വരുന്നതെന്ന് നോക്കുക. എന്നിട്ട് കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്യുക. സൈസ് കുറച്ച് വെക്കുക. ഇത്രയും സൈസിൻ്റെ ആവശ്യമില്ല. സൈസ് നമുക്കൊരു 60 കൊടുക്കാം. 60യും പോരാ, ഒരു 48 കൊടുക്കും. 48 മതിയാവും. അപ്പോൾ വേണമെങ്കിൽ സൈസ് പിന്നീട് കൂട്ടാം. അപ്പോൾ ഇങ്ങനെ വെച്ചു. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഓരോ സ്പേസ് ബാർ ഇട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. ഇതിന് ഞാൻ സെൻറ്റർ ചെയ്യുകയാണ്. ഇതിന് സെൻറ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്ന വേർഡ് മാത്രം കോപ്പി ചെയ്യുക, കട്ട് ചെയ്യുക, സെപ്പറേറ്റ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ സ്പേസ് ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവന്നാൽ ആ സ്പേസ് അവിടെ ഉണ്ടാകും. ആ സ്പേസ് നമുക്ക് ഇങ്ങനെ ഒഴിവാക്കാം. എന്നിട്ട് ഫുൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കൺട്രോൾ സി. അപ്പോൾ സെൻറ്റർ സെലക്ഷനായി. എന്നിട്ട് അതിനിവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ഏറ്റവും കീഴിലേക്ക് അത് പ്ലേസ് ആയി പോകരുത്. കുറച്ച് സ്പേസ് വിട്ട് പ്ലേസ് ചെയ്യുക. മാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് നോക്കുക. ആ സ്പേസിൻ്റെ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കുറച്ച് കൊടുക്കുക. ഇവിടുന്ന് ടോഗിൾ ടെക്സ്റ്റിൻ്റെ ടോഗിൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ലീഡിങ് 90 നിൽപ്പുണ്ട്. അത് ഓവറാണ്. ഒരു 60 കൊടുത്ത് നോക്കുക. 60 പോരാ, ഒരു 70 കൊടുക്കുക. ഇത് മതിയാവും. ഇത്രയും സ്പേസ് ഇതിൻ്റെ ഇടയ്ക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ സെൻറ്റർ ചെയ്ത് ഇങ്ങനെ വയ്ക്കുക. വെച്ചതിന് ശേഷം ഇതിനെയും ഒരു കോളത്തിൻ്റെ റിവേഴ്സിലേക്ക് കൊണ്ടുവരിക. റിവേഴ്സ് കളർ ബാക്ക് കൊടുക്കാം. റിവേഴ്സ് കളറിലേക്ക് കൊണ്ടുവരാം. ഞാൻ ഇവിടുന്ന് റെക്ടാങ്കിൾ മാർക്ക് ടൂൾ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്തു. ഇത്രയും ഇങ്ങനെ ഒരുമിച്ച് സെലക്ട് ചെയ്തു. ഫുൾ അങ്ങ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്ന കളർ റെഡ് കളർ തന്നെ കൊടുക്കാം. ഒരു പുതിയ ലെയർ കൊടുത്തിട്ട് ഇവിടെ റെഡ് കളർ സെലക്ട് ചെയ്തു. കൺട്രോൾ ഡി പറഞ്ഞ സെലക്ഷൻ ഒഴിവാക്കി ഇതിനെ ബാക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് കൺട്രോൾ റൈറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുക. അത് ബാക്കിലേക്ക് പോയി. ഇനി ഈ വേർഡ്സൊക്കെ എന്താണ് എല്ലാം വൈറ്റിലേക്ക് മാറണം. അപ്പോൾ അത് ഇത്രയും സെലക്ട് ചെയ്യുക. വൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ കാണുന്നുണ്ടല്ലോ, ഒരു ലൈൻ കാണുന്നുണ്ട്. ആ ലൈനെല്ലാം പ്രത്യേകം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ എന്താ ചെയ്യുക, യെല്ലോ കളർ കൊടുക്കുക. അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് കളറുകൾ തന്നെയാണ് വൈറ്റും യെല്ലോയും റെഡിൻ്റെ. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് തന്നെയാണ് നമ്മൾ ഈ മറ്റുള്ളിടത്തും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ബാക്കിയുള്ള അത്രയും ലൈൻസിനത് സെലക്ട് ചെയ്ത് കൊടുക്കുക.
പേസ്റ്റ് അവിടെ എല്ലാം പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് അത് കിട്ടിക്കോളും. കൊടുത്തു കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ് എന്ന് പറയുന്ന വേർഡ് നമുക്കിവിടെ പ്ലേസ് ചെയ്യണം. അത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു റെക്റ്റാങ്കിളൂടെ വരയ്ക്കുന്നു. പുതിയ ലെയർ കൊടുത്തിട്ട് ഒരു റെക്റ്റാങ്കിളൂടെ ഇവിടെ വരയ്ക്കുന്നു. വരച്ചിട്ട് അതിനകത്തൊരു കളർ ഫില്ല് ചെയ്യുന്നു. നമുക്ക് റെഡ് വേണമെങ്കിൽ റെഡിൽ നിന്നൊരു ചെറിയ ചേഞ്ച് വരുത്തി കൊടുക്കാം. ഒരു അല്പം കൂടെ ചേഞ്ച് ആക്കിയിട്ട് ഇങ്ങനെ ഒരു കളർ സെലക്ട് ചെയ്തു. ആൾട്ട് ബാക്ക് സ്പേസ് ഉപയോഗിച്ച് ആ കളർ അവിടെ ഫില്ല് ചെയ്തു. കൺട്രോൾ D പറഞ്ഞ സെലക്ഷൻ ഒഴിവാക്കി. എന്നിട്ട് ഇതിന് വേണമെങ്കിൽ കുറച്ചൊന്ന് ഹൈറ്റ് കൂട്ടി വയ്ക്കാം. ഇത്രയും നല്ല. എന്നിട്ട് സ്റ്റിച്ചിങ് എന്ന് പറയുന്ന വേർഡിനെ ഞാൻ അവിടെ പ്ലേസ് ചെയ്യുകയാണ്. അതൊരു കുറച്ച് വലിയ സൈസിലേക്ക് നമ്മളിവിടെ മുകളിൽ കൊടുത്ത അളവ് വേണ്ടില്ലേ, എത്രയാണ് കൊടുത്തിരിക്കുന്നത് മുകളിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മനസ്സിലാവും. 100 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും അതുപോലെ 100 തന്നെ അളവ് കൊടുക്കാം. 100 അളവ് കൊടുക്കാം. ഇവിടെ 48 ആണ് കാണുന്നതിനെ 100ലേക്ക് മാറ്റുന്നു. എൻ്റർ ചെയ്യാം. കണ്ടല്ലോ, ഇത് 100 വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്പേസ് കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട് ബാക്കിൽ നിൽക്കുന്ന റിവേഴ്സ് കോളത്തിൻ്റെ. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. കുറച്ചുകൂടെ ആവശ്യാനുസരണം എങ്ങനെ കൂട്ടി കൊടുക്കാം. ബോൾഡിലാണ് നിൽക്കുന്നത്, മതിയാവും നമുക്കത്. പിന്നെ ആ ടെക്സ്റ്റിനെ ഒന്നുകൂടെ സെലക്ട് ചെയ്തിട്ട് അതിനെ യെല്ലോ കളറിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. യെല്ലോ 100 കൊടുത്തിട്ട് ബാക്കിയുള്ള എല്ലാം 0 ആക്കുക. CMYKയിലാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് CMYKയിൽ വന്നിട്ട് ബാക്കിയെല്ലാം 0 ആക്കുക. യെല്ലോ മാത്രം 100 കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, മനോഹരമായിട്ട് നമുക്ക് ആ വേർഡ് അവിടെ പ്ലേസ് ആയി കിട്ടി. ഇനി ഒന്ന് മിനിമൈസ് ചെയ്ത് നോക്കാം. നമുക്ക് ആ ബോർഡ് ഭംഗിയായിട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഈ സ്ഥലം നമുക്ക് കൊടുക്കണം. സ്ഥലം നമുക്ക് ഷോപ്പിൻ്റെ അടുത്താണെങ്കിൽ സ്ഥലത്തിൻ്റെ ആവശ്യമില്ല. ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വെക്കുകയാണെങ്കിൽ എന്നാലും സ്ഥലം നമുക്ക് വേണമെങ്കിൽ അവിടെ കൊടുക്കാൻ പറ്റും. നമുക്ക് സ്ഥലം അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. സ്ഥലവും ഫോൺ നമ്പറുമാണ് ഇനി നമുക്ക് വേണ്ടത്. പിന്നെ നമുക്കിവിടെ ഒരു വേർഡ് കൂടെ കൊടുക്കാം. ഇതിൻ്റെ ഈ ഫോട്ടോയ്ക്ക് ഒരു വേർഡ് കൂടെ നമുക്കിവിടെ കൊടുക്കാം. എന്ന് ഞാനിവിടെ കൊടുക്കുന്നത് ലെറ്റ്സ് ഷൈൻ അപ്പ് എന്ന് പറയുന്ന ഒരു വേർഡ് കൂടെ ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. സെലക്ട് ചെയ്യുക. അതിൻ്റെ ഒരു സ്റ്റൈൽ ഫോണ്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിൻ്റെ തിക്നെസ് വിഡ്ത്ത് അല്പം കുറച്ച് കൊടുത്തു. ആ ബ്ലാക്ക് ഹെയറിൽ ആ വേർഡ് നിൽക്കണം. അതിനനുസരിച്ചുള്ളൊരു സൈസ് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഫോൺ നമ്പർ, സ്ഥലം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് വേണമെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ സ്പേസ് ഉണ്ട്, നമുക്ക് ഇവിടെ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ഒരു ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാം. ഇവിടുന്ന് ഫോണ്ട് മാറ്റിക്കൊള്ളുക. ഫോൺ നമ്മുടെ കാലിബറി തന്നെ ഫോണ്ട് ടൈപ്പ് ചെയ്യാം. ഫോണ്ട് ഒരു ഇഷ്ടമുള്ളൊരു ഫോൺ നമ്പർ കൊടുക്കുക. ഞാനിപ്പോൾ വെറുതെ കൊടുക്കുന്നതാണ് ഒരു ഫോൺ നമ്പർ. ഒരു ഫോൺ നമ്പർ കൊടുക്കുക. അവിടുന്ന് ബ്ലാക്കിൽ കൊടുത്താൽ മതിയാവും. ഇത് സൈസ് 100 വേണ്ട, ഒരു 72 85 കൊടുക്കാം. അത്രയും സൈസ് മതിയാവും. ഫോൺ നമ്പർ കൊടുത്തു. അതിനുശേഷം ഫോൺ നമ്പർ ആണെന്നത് വാട്സപ്പ് നമ്പറാണോ ഫോൺ നമ്പറാണോ നമുക്ക്. ഇപ്പോൾ ഒരു വാട്സപ്പ് നമ്പർ ആണെങ്കിൽ വാട്സപ്പ് നമ്പറിൻ്റെ സിമ്പിൾ വയ്ക്കുക. വാട്സപ്പ് നമ്പറിൻ്റെ സിമ്പിൾ ഞാനിവിടെ ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് നമ്പർ സിമ്പിൾ കിട്ടിയിട്ടുണ്ട്. ആ സിമ്പിളിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഞാൻ ഇവിടുന്ന് വാട്സപ്പ് സിമ്പിൾ കൊടുത്തു. പിന്നെ കൺട്രോൾ T കൊടുത്ത് ചെറുതാക്കി വയ്ക്കാം. മാക്സിമം ചെറുതാക്കി വയ്ക്കാം. ഫോണിൻ്റെ സൈസിലേക്ക് വയ്ക്കാം. എൻ്റർ ചെയ്യാം. ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. കൊടുത്തു. ഇനി നമുക്ക് സ്ഥലം വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ തന്നെ എൻ്റർ ചെയ്തിട്ട് അവിടെ സ്ഥലം കൂടെ കൊടുക്കാം. എന്താണ്, ഇപ്പോൾ എറണാകുളം എവിടെയാണ് പ്രോപ്പർ പ്ലേസ് എന്നുണ്ടെങ്കിൽ അഡ്രസ്സോ കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ സ്ഥലം ഇത്രയും ഇപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തത്. അപ്പോൾ അത്രയും സൈസ് ഓവറാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് സൈസ് ഇവിടുന്ന് കുറച്ച് വയ്ക്കാം. ഒരു 75 കൊടുത്തു. ഇപ്പോൾ തമ്മിലുള്ള ലീഡിങ് ഒരു 80 കൊടുക്കാം. അത് അടുത്തടുത്ത് തന്നെ നോട്ടെ പ്ലേസോ ഇനി അഡ്രസ്സോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. തീരെ ഹൈറ്റിൽ നിൽക്കുകയാണെങ്കിൽ അല്പം കൂടെ ഒന്ന് താഴ്ത്തി വെച്ചുള്ള. ഇതേപോലെ തന്നെ ആ വാട്സപ്പ് സിമ്പൽ കുറച്ചൊന്ന് താഴ്ത്തി വയ്ക്കുക. ഇത്രയായപ്പോഴത്തേക്ക് നമ്മുടെ ബോർഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. കണ്ടല്ലേ, ഇതൊരു ഷോപ്പിൻ്റെ ബോർഡായിട്ടോ ഫ്ലക്സ് ആയിട്ടോ ഒക്കെ നമുക്കിത് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടതുള്ളൂ. ഇനിയും ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഒരുപാട് ഡിസൈൻ ചെയ്ത് അതിൻ്റെ ആവശ്യമില്ല. ഇതൊരു ഭംഗിയായിട്ടുള്ളൊരു ഡിസൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതോടെ സ്റ്റോപ്പ് ചെയ്യാം.
ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ടൊരു നല്ലൊരു ഡിസൈൻ ആവശ്യമായ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം വായിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യാം. ഇനിയിപ്പോൾ അത് ഇവിടെ ഈ ഏറ്റവും താഴെ കാണുന്ന ലെറ്റർ നോക്കുക, അത് അതിൻ്റെ സ്പേസ് ലെറ്റർ ചെറുതായി പോയി എന്ന് തോന്നണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അളവ് കൂടുതൽ കൊടുക്കാം. ഇവിടെ 48 ആണ് കാണുന്നത്, ഞാനൊരു 55 കൊടുക്കാം. 55 കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് നിറഞ്ഞു പോവുകയാണെങ്കിൽ ഇവിടുന്ന് ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് അവിടുത്തെ ഹോറിസോണ്ടൽ അല്പം ഒന്ന് കുറച്ച് കൊടുത്താൽ ഒരു 90 ഹോറിസോണ്ടൽ കൊടുത്താൽ മതി. അപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാകും. അതൊരു വെറൈറ്റി മോഡലിൽ അങ്ങനെ കിടന്നോളും. കുറച്ചും താഴ്ത്തി വെച്ച് കൊടുക്കാം. ഓക്കെ, ഇതിനെ ഞാൻ ഒരു ഇമേജ് ആക്കി സേവ് ചെയ്തെടുക്കുകയാണ്. Ctrl+S കൊടുത്ത് സേവ് ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഫയൽ മെനുവിൽ നിന്ന് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാം. ഞാനിവിടെ ഒരു ഇമേജ് ആക്കി സേവ് ചെയ്യുന്നു. ഡെസ്ക്ടോപ്പിൽ ഞാൻ ഈ പേജിനെ ഒരു ബോർഡ് എന്ന് പറഞ്ഞ് സേവ് ചെയ്യുന്നു. JPEG ആയിട്ടാണ് സേവ് ചെയ്തെടുക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സേവ് ചെയ്ത് എടുക്കാം. JPEG ആയിട്ടോ PDF ആയിട്ടോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ഫയലായിട്ടോ PSD ആയിട്ടോ ഒക്കെ നമുക്ക് സേവ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പ്രിവ്യൂ നോക്കാം, കണ്ടല്ലേ, മനോഹരമായിട്ട് നമ്മളൊരു ബോർഡ് ഡിസൈൻ ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇതിന് നമ്മൾ ഡയറക്റ്റ് പ്രിന്റിന് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഫ്ലെക്സിലോ തുണിയിലോ, ഇപ്പോൾ ക്ലോത്ത് ആണല്ലോ, ഫ്ലെക്സ് ഒക്കെ മാറി ക്ലോത്താണ്, ക്ലോത്തിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലുള്ളൊരു വർക്ക് ഇതേ മോഡലിലോ ഇതിൻ്റെ ഡിസൈനൊക്കെ മാറ്റിയോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അടുത്തൊരു വർക്കുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം. വ്യത്യസ്തവും രസകരവുമായ അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലെത്തുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക.